വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സഖാഫി ഇളമരം രംഗത്ത് വന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സംഘടിച്ച് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നു. വർഗീയത പ്രചരിപ്പിക്കുന്നവരുടെ സർക്കാർ കാണിക്കുന്ന ഉദാര സമീപനമാണ് ഇത് ആവർത്തിക്കാൻ കാരണമെന്നും റഹമത്തുള്ള സഖാഫി ഇളമരം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, പലപ്പോഴും ചില ആളുകൾക്ക് ഈ വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ നിയമം അവരെ പിടികൂടില്ല. എന്നാൽ ചില ആളുകൾ നടത്തിയാൽ അപ്പോൾ നിയമം പിടികൂടി അവരെ അകത്തിട്ട് കളയും. രണ്ട് നീതിയാണോ നടപ്പിൽ വരുന്നത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതിലെ SYS കാന്തപുരത്തിനെതിരായി വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പ്രസ്താവന, ആ പ്രസ്താവനയിലാണ് ശക്തമായ മറുപടിയുമായി എത്തിയിരിക്കുന്നത്. SYSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരം അദ്ദേഹം വളരെ കൃത്യമായി പറയാണ്, വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു, വിദ്വേഷ പ്രചരണം നടത്തുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ മതേതര ആശയങ്ങൾക്ക് എതിരായാണ് വെള്ളാപ്പള്ളി മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ വിദ്വേഷ വർഗീയ പ്രചാരണം നടത്തുന്നത്. കാരണം ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയ വിഷയത്തിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തിയത് രാജ്യം തന്നെ പ്രകീർത്തിച്ചതാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലയിലുള്ള വിവിധ മതവിഭാഗങ്ങളിലുള്ളവർ പ്രകീർത്തിച്ചതാണ്. അതിനിടയിലും വെള്ളാപ്പള്ളി കാന്തപുരം പറയുന്നത് പോലെയാണ് പിണറായി ഭരിക്കുന്നത്, സർക്കാർ സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാന്തപുരം പറയുന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി. നേരത്തെയും വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അത്തരം പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ SYS രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, സർക്കാർ ഇവരോട് ഉദാര സമീപനം എടുക്കുന്നത്, അതായത് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ്. അത്തരത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് SYS ആവശ്യപ്പെടുന്നത്. ഏതായാലും SYS വളരെ കൃത്യമായി തന്നെ വെള്ളാപ്പള്ളിക്കെതിരായ പരസ്യ നിലപാട് വെള്ളാപ്പള്ളിക്കെതിരെ എടുത്തു കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ഇന്നലെ നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ടായിരുന്നു ദീപക് ധർമ്മടത്തിൻ്റെ ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണണം. അതുപോലെ ചില ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സാ വിധികളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട്. ഞാൻ അയച്ചു തരാം ദീപകിന്, പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്തു. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അനുസരിച്ച് കുറച്ചു കാലം നല്ല ചികിത്സയൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വന്നു കഴിഞ്ഞാൽ ശബ്ദം കുറച്ചുകൂടെ നേരെയാവുമെന്നാണ് പറയുന്നത്.